എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സിൻ്റെ രൂപത്തിലാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 6 പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് 7ാമത്തെ പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ വരുന്ന അവസാനത്തെ ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ആ ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഉപഭോക്തൃ ബന്ധങ്ങളിലെ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഉപഭോക്തൃ ബന്ധങ്ങൾ, അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പിലുള്ള ടെക്നോളജീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് കോണ്ടാക്ട് സെൻറ്റർ ടെക്നോളജി. എന്താണ് കോണ്ടാക്ട് സെൻറ്റർ ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയത്തിനും ത്വരിതഗതിയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായുള്ള സാങ്കേതിക വിദ്യയാണ്. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനമായിട്ട് എന്തെങ്കിലും നമുക്ക് പരാതി ബോധിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആശയവിനിമയം നടത്തണ്ടേ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കോണ്ടാക്ട് സെൻറ്റർ ടെക്നോളജി. അപ്പോൾ ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയത്തിനും ത്വരിതഗതിയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായിട്ടുള്ള സാങ്കേതിക വിദ്യ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് എന്തെങ്കിലും പരാതി നൽകി കഴിഞ്ഞാൽ അതിന് പരിഹാരമെല്ലാം കാണുന്നതിനായിട്ടുള്ള ടെക്നോളജിയാണ് കോണ്ടാക്ട് സെൻറ്റർ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയത്തിനും ത്വരിതഗതിയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് കോണ്ടാക്ട് സെൻറ്റർ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? അടുത്ത നോക്കാം. കോണ്ടാക്ട് സെൻറ്റർ ഉദ്യോഗസ്ഥൻ. കോണ്ടാക്ട് സെൻറ്റർ ഉദ്യോഗസ്ഥൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഉപഭോക്താവിന് കമ്പനിയുടെ ശബ്ദവും മുഖവും എന്ന നിലയിൽ ബന്ധപ്പെടാവുന്ന ഒരു വ്യക്തി അല്ലേ? അതായത് ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ ഇരിക്കുന്ന ആൾ. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, അതിനെക്കുറിച്ചുള്ള പരാതി പറയുന്നത് ആ കമ്പനിയോടാണ്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ പ്രശ്നവും എല്ലാം പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കേൾക്കുന്നത് അയാളുടെ ശബ്ദത്തിലൂടെ ആയിരിക്കും. ഓക്കെ, അതാണ് കോണ്ടാക്ട് സെൻറ്റർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉപഭോക്താവിന് കമ്പനിയുടെ ശബ്ദവും മുഖവും എന്ന നിലയിൽ ബന്ധപ്പെടാവുന്ന വ്യക്തിയാണ് കോണ്ടാക്ട് സെൻറ്റർ ഉദ്യോഗസ്ഥൻ. നമ്മളൊരു കമ്പനിയിലോട്ട് ഒരു പരാതി പറയാനായിട്ട് ഒരു കസ്റ്റമറെ വിളിക്കുകയാണെങ്കിൽ അവരുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനുള്ള പരിഹാരം പറഞ്ഞു തരികയും എല്ലാം ചെയ്യുന്ന ആളെയാണ് നമ്മൾ കോണ്ടാക്ട് സെൻറ്റർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. കോണ്ടാക്ട് സെൻറ്റർ. കോണ്ടാക്ട് സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ഉപഭോക്തൃ കോണ്ടാക്റ്റുകളും നിയന്ത്രിക്കപ്പെടുന്ന ഒരു എൻ്റർപ്രൈസിലെ കേന്ദ്ര പോയിന്റ്. എല്ലാ ഉപഭോക്തൃ കോണ്ടാക്റ്റുകളും, കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാം കോണ്ടാക്റ്റുകൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കേന്ദ്ര പോയിന്റ് ഉണ്ട്, ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് അല്ലേ? അടുത്തത് നോക്കാം. ഇൻബൗണ്ട് സെൻറ്ററുകളുണ്ട്, ഔട്ട് ബൗണ്ട് സെൻറ്ററുകളും ഉണ്ട്. കോണ്ടാക്ട് സെൻറ്റർ എന്ന് പറഞ്ഞു അതിൽ തന്നെ ഇൻബൗണ്ട് സെൻറ്ററും ഉണ്ട്, ഔട്ട് ബൗണ്ട് സെൻറ്ററും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഇൻബൗണ്ട് സെൻറ്റർ എന്ന് പറയുന്നത്? ഒരു കോണ്ടാക്ട് സെൻറ്ററിലേക്ക് പൊതുജനം സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ആരംഭിക്കുന്നതാണ്. ഒരു കോണ്ടാക്ട് സെൻറ്ററിലേക്ക്, അതാണ് അവിടെ പ്രധാനപ്പെട്ടത്, ഒരു കോണ്ടാക്ട് സെൻറ്ററിലേക്ക് പൊതുജനം സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ആരംഭിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആ കോണ്ടാക്ട് സെൻറ്ററിലോട്ട് കസ്റ്റമേഴ്സാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതെങ്കിൽ അതിനെ ഇൻബൗണ്ട് സെൻറ്റർ എന്ന് പറയും. ഇനി ഔട്ട് ബൗണ്ട് എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ തിരിച്ച്, അതായത് കോണ്ടാക്ട് സെൻറ്ററിൽ നിന്നും പൊതുജനങ്ങളിലേക്ക് സമ്പർക്കം തുടങ്ങുന്നു. കോണ്ടാക്ട് സെൻറ്ററിൽ നിന്നും അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ അതാണ് ഔട്ട് ബൗണ്ട് സെൻറ്ററുകൾ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ? ഇൻബൗണ്ട് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് സെൻറ്ററിനുള്ളിലേക്ക് പൊതുജനം, പബ്ലിക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിനെയാണ് ഇൻബൗണ്ട് സെൻറ്റർ എന്ന് പറയുക. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് സെൻറ്ററിൽ നിന്നും പൊതുജനങ്ങളിലേക്ക് സമ്പർക്കം തുടങ്ങുന്നതിനെയാണ് ഔട്ട് ബൗണ്ട് സെൻറ്ററുകൾ എന്ന് പറയാം. ഓക്കെ, കിട്ടിയോ? അടുത്ത നോക്കാം. ഇന്റേണൽ സെൻറ്ററുകൾ. ഇന്റേണൽ സെൻറ്ററും ഉണ്ട്, എക്സ്റ്റേണൽ സെൻറ്ററും ഉണ്ട്. എന്താണെന്ന് നോക്കാം.
ഇന്റേണൽ സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ചെറുകിട കമ്പനിക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന കോണ്ടാക്ട് സെന്ററുകളാണ്. ഓക്കെ, ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന കോണ്ടാക്ട് സെന്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ചെറുകിട കമ്പനിക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന കോണ്ടാക്ട് സെന്ററുകളെയാണ് നമ്മൾ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നല്ലേ അർത്ഥം. ഒരു കമ്പനിക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന കോണ്ടാക്ട് സെന്ററുകളാണ് ഇന്റേണൽ സെന്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ എന്തായിരിക്കും? ഒരു വലിയ കമ്പനി, വലിയ ഒരു കമ്പനി തങ്ങളുടെ ഉപഭോക്തൃ ബന്ധം വികസിപ്പിക്കാൻ പുറമേയുള്ള ഒരു ഏജൻസി വഴി നടത്തുന്ന കോണ്ടാക്ട് സെന്ററുകളാണ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിനകത്ത് തന്നെ നടത്തുന്ന കോണ്ടാക്ട് സെന്റർ ആണ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്, അവർ നമ്മളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറമേയുള്ള ഒരു ഏജൻസി വഴി നടത്തുന്ന കോണ്ടാക്ട് സെന്ററുകളെയാണ് എക്സ്റ്റേണൽ സെന്ററുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് നോക്കാം. ഉപഭോക്തൃ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിന് സഹായിക്കുന്ന ചില ആശയവിനിമയ ചാനലുകളാണ് നമ്മൾ പറയുന്നത്. ഉപഭോക്തൃ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നത്, നമ്മൾ കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ പറയും അല്ലേ. ഫീഡ്ബാക്ക്, അപ്പോൾ നമ്മൾ പറയുന്ന ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിന് ചില ചാനലുകളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഏതൊക്കെയാണ്? കോൾ സെൻറ്ററുകളുണ്ട്, സർവേകളുണ്ട്, ഇമെയിലുകളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, മൊബൈൽ ഫോണുകളുണ്ട് അല്ലേ. ഇതുവഴിയൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയാനായിട്ട് പറ്റും. കോൾ സെൻറ്ററുകൾ, സർവേകൾ, ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണുകൾ, ഇതൊക്കെയാണ് ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക്, ഉപഭോക്തൃ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിന് സഹായിക്കുന്ന ചാനലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ കോൾ സെൻറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം. ഒരു കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഏതൊക്കെ സാങ്കേതിക വിദ്യകളിലൂടെയാണ് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് കേട്ടോ. ഒരു കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് പറയുന്നത്. ആദ്യത്തേത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ ഒരുപാട് ക്ലാസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ദെൻ വോയിസ് റെസ്പോൺസ് യൂണിറ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. വോയിസ് റെസ്പോൺസ് യൂണിറ്റ്, ദെൻ ഓട്ടോമാറ്റിക് കോൾ ഡിസ്ട്രിബ്യൂട്ടർ, കമ്പ്യൂട്ടർ ടെലിഫോൺ ഇൻ്റഗ്രേഷൻ, പ്രെഡിക്റ്റീവ് ഡയലിംഗ്, വെബ് സേവനങ്ങൾ, അതുപോലെ ഡാറ്റാബേസ് സെർവറുകൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, വോയിസ് റെസ്പോൺസ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അതിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വോയിസ് റെസ്പോൺസ് യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ശാശ്വത പരിഹാരം കാണാനും വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് വോയിസ് റെസ്പോൺസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അറിയുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണ് വോയിസ് റെസ്പോൺസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക് കോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് സിസ്റ്റത്തിൽ ഇൻകമിംഗ് കോളുകൾ തുല്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന സംവിധാനമാണ് ഓട്ടോമാറ്റിക് കോൾ ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, കസ്റ്റമേഴ്സിൻ്റെ ഇൻകമിംഗ് കോളുകൾ തുല്യമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഓട്ടോമാറ്റിക് കോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. വേണ്ടവരുണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. ഒരു കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പോയിന്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് നമുക്കറിയാം. വോയിസ് റെസ്പോൺസ് ഞാനിപ്പോൾ പറഞ്ഞു അല്ലെ, ഒരു ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ കേൾക്കുക, അതുപോലെ അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുക, അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യയാണ് വോയിസ് റെസ്പോൺസ് യൂണിറ്റ്. ഓട്ടോമാറ്റിക് കോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്താണെന്നാണ് പറഞ്ഞത്? അതായത് സിസ്റ്റത്തിൽ ഇൻകമിംഗ് കോളുകൾ തുല്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന സംവിധാനമാണ് ഓട്ടോമാറ്റിക് കോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ ടെലിഫോൺ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൾ സെൻറ്ററിലെ ടെലിഫോൺ സംവിധാനങ്ങളും കമ്പ്യൂട്ടറുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്താ? കമ്പ്യൂട്ടർ ടെലിഫോൺ ഇൻ്റഗ്രേഷൻ. ആ പേരിൽ നിന്ന് തന്നെയുണ്ട് അല്ലേ. ഒരു കോൾ സെൻറ്ററിലെ ടെലിഫോൺ സംവിധാനത്തെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതാണ് കമ്പ്യൂട്ടർ ടെലിഫോൺ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വേണ്ടവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഉപഭോക്തൃ ഇക്വിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, ഉപഭോക്തൃ ഇക്വിറ്റി അഥവാ കസ്റ്റമർ ഇക്വിറ്റി. എന്താണ് കസ്റ്റമർ ഇക്വിറ്റി എന്ന് പറയുന്നത്? കമ്പനിയിലെ എല്ലാ ഉപഭോക്താക്കളുടെയും ആജീവനാന്ത മൂല്യങ്ങളുടെ ആകെ തുകയാണ് കസ്റ്റമർ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനിയിലെ എല്ലാ ഉപഭോക്താക്കളുടെയും എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ആജീവനാന്ത മൂല്യങ്ങളുടെ ആകെ തുകയാണ് കസ്റ്റമർ ഇക്വിറ്റി എന്ന് പറയുന്നത്.
ഇനി മൂല്യ ഈക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കമ്പനി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നതിനെയാണ് മൂല്യ ഈക്വിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മൂല്യം എന്നാൽ എന്താണ്, വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന സേവനത്തിൻ്റെയും ഒരു വാല്യൂ അല്ലെ, നമ്മുടെ മനസ്സിലുള്ള ധാരണയുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു ഫീല് കിട്ടും അല്ലേ. നമ്മൾ വിചാരിച്ചത്ര വന്നോ ഇല്ലയോ എന്നുള്ള ഒരു ഫീൽ ഉണ്ട്. അതാണ് എന്ത്? മൂല്യം, വാല്യൂ എന്ന് പറഞ്ഞു. അതാണ് ഇത്. മൂല്യ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നതിനെയാണ് മൂല്യ ഈക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് ഇതൊക്കെ എളുപ്പമായിട്ടുണ്ടാവും. ഇനി അടുത്തത് നോക്കാം, ബ്രാൻഡ് ഈക്വിറ്റി. ബ്രാൻഡ് ഈക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബ്രാൻഡിൻ്റെ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നത്. മൂല്യ ഈക്വിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഒക്കെ മൂല്യം നമ്മൾ വിലയിരുത്തുന്നതാണ് മൂല്യ ഈക്വിറ്റി. ബ്രാൻഡ് ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാൻഡിൻ്റെ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നതാണ് ബ്രാൻഡ് ഈക്വിറ്റി. അപ്പോൾ റിലേഷൻഷിപ്പ് ഈക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്? റിലേഷൻഷിപ്പ് ഈക്വിറ്റി എന്ന് വെച്ചാൽ ബ്രാൻഡിന് തുല്യമായ ഉൽപ്പന്നത്തേക്കാൾ ഉയർന്ന വില ലഭിക്കുമ്പോഴും ബ്രാൻഡിനൊപ്പം നിൽക്കാനുള്ള പ്രവണത. അതായത് ബ്രാൻഡിന് തുല്യമായിട്ടുള്ള ഉൽപ്പന്നത്തേക്കാൾ ഉയർന്ന വില ലഭിക്കുമ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ബ്രാൻഡിനോടൊപ്പം തന്നെ നിൽക്കാനുള്ള ഒരു പ്രവണത, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻഷിപ്പ് ഈക്വിറ്റി അല്ലേ. നമുക്കൊരു ബ്രാൻഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് അതിനേക്കാളും വില കുറവിലോ അല്ലെങ്കിൽ കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞ് വന്നാലും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡിനോടൊപ്പം നിൽക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും. അതാണ് നമ്മൾ ആ ഒരു ബ്രാൻഡുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ റിലേഷൻഷിപ്പ് ഈക്വിറ്റി അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, കസ്റ്റമർ ടച്ച് പോയിന്റ്. കസ്റ്റമർ ടച്ച് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം അന്തിമ ഉപഭോക്താക്കളും ഉപയോഗിക്കുന്ന അവസരങ്ങൾ അറിയപ്പെടുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളത് ഉപയോഗിക്കുന്ന അവസരങ്ങൾ, നമ്മൾ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് തമ്മിലുള്ള ഒരു ടച്ച് പോയിന്റ്, അതാണ് കസ്റ്റമർ ടച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നമ്മൾ വാങ്ങിച്ചു, അത് നമ്മൾ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന അവസരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ ടച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ചെറിയൊരു ക്ലാസ്സാണ്, കാരണം എന്താണ്, നമ്മളിവിടെ എന്താണ് ഇത് നിർത്തുവാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തെ ഏകദേശം അത്യാവശ്യമുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം കഴിഞ്ഞു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. വിപണനം, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ക്ലാസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ക്ലാസ് പോകുന്നത്. അപ്പോൾ ക്ലാസ് വേണമെന്നുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കുക, നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഈ നോട്ടിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിലിടാം, വേണ്ടവർ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്